മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ ജനിച്ചു. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ടു. കുമാരനാശാൻ മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിൽ തുടക്കം കുറിച്ച കവിയാണ് കുമാരനാശാൻ. ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നീ വിശേഷങ്ങളുള്ള ആധുനിക കവിയത്വത്തിലെ ഒരാളാണ്. 1873 ഏപ്രിൽ 12 തിരുവനന്തപുരത്ത് ജനനം. 1900 കുഞ്ഞുണ്ണി മാഷ്. മലയാളത്തിലെ ആധുനിക കവികളിൽ ഒരാളാണ് കുഞ്ഞുണ്ണി മാഷ് എന്നറിയപ്പെടുന്ന അതിരായത്ത് കുഞ്ഞുണ്ണി നായർ. ഇതാണ് തകഴി ശിവശങ്കരപിള്ള. 1912 ഏപ്രിൽ 17 ആലപ്പുഴ ജില്ലയിലെ തകഴിയിൽ ശങ്കരക്കുറിപ്പിന്റെയും പാർവതി അമ്മയുടെയും മകനായി ജനിച്ചു. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ആധുനിക കവിത്രയത്തിൽപ്പെട്ട ഉള്ളൂർ എസ് പരമേശ്വരയ്യർ 1877 ജൂൺ 6 ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ ജനിച്ചു. ഉമാ കേരളം, ഒരു മഴത്തുള്ളി, തുമ്പപ്പൂവ് എന്നിവ പ്രധാന കൃതികളാണ്. കമല സുരയ്യ. മാധവിക്കുട്ടി എന്ന പേരിലും കമലാദാസ് എന്ന പേരിലും ധാരാളം രചനകൾ നടത്തിയിട്ടുണ്ട്. ഇത് NT വാസുദേവൻ നായർ. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രശസ്തനായ മലയാള സാഹിത്യകാരൻ. മഞ്ഞ നാലുകെട്ടി എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി. ഇതാണ് ഉറൂബ് എന്ന നാമത്തിൽ പ്രശസ്തനായ എരന്തോലി ലാലപ്പുറത്ത് കുട്ടിക്കൃഷ്ണ മേനോൻ 1915 ജൂൺ 8 മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ ജനിച്ചു. OV വിജയൻ. മലയാള സാഹിത്യത്തിലെ പ്രമുഖനായ എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റും ചെറുകഥാകൃത്തും നോവലിസ്റ്റും രാഷ്ട്രീയ ചിന്തകനും പത്രവട്ടനുമായിരുന്നു. മണിയമ്മ. 1909 ജൂലൈ 19 പുനിയംകുളത്ത് നാളപ്പാട്ട് തറവാട്ടിൽ ജനിച്ചു. ടാഗോർ കൃതികളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടു കവിത രചിച്ചു. OMV കുറിപ്പ്. മലയാള പ്രശസ്ത കവിയായിരുന്നു OMV കുറിപ്പ്. 1931 മെയ് 27 കൊല്ലം ജില്ലയിൽ ചവറയിൽ ജനിച്ചു. സുഗതകുമാരി. മലയാളത്തിലെ പ്രശസ്ത കവിയത്രിയും സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്നു സുഗതകുമാരി. 1934 ജനുവരി 22 പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ ജനിച്ചു.
കാറ്റു വീശി. കരിയില കാട്ടിൽ പാറിപ്പോയി തലയിൽ പഴവും വെച്ചൊരുവൻ പുഞ്ചിരി തൂക്കി വരുന്നുണ്ട്. ചില്ലകൾ തോറും തൂങ്ങി